സന്യാസിയും സ്വാമി. നമ്മളിത് വേദപഠനത്തിന്റെ ഭാഗമായി ഋഗ്വേദം, യജുർവേദം, സാമവേദം, 108 ഉപനിഷത്തുക്കൾ ഇതെല്ലാം പുരാണ കഥകളുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടും ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിലുമെല്ലാം മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. അത് പല ക്ലാസുകളായിട്ട് ഓരോ പ്രത്യേക വിഷയങ്ങൾ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. ഇത് അതിന്റെ 18ാമത്തെ ക്ലാസിന്റെ അപ്ലോഡാണ്. അപ്പൊ ഇതിലൂടെ കടന്നു പോകുന്നവർക്ക് വേദപുരാണങ്ങളിൽ എന്താണുള്ളതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം, ശാസ്ത്രീയമായി അർത്ഥസഹിതം മനസ്സിലാക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. അപ്പൊ സന്യാസിയെപ്പറ്റി കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സന്യാസത്തെപ്പറ്റി ഇവിടെ പറയാൻ പോകുന്നത് സന്യാസിയും സ്വാമിയും. സന്യാസം സ്വീകരിച്ച് അവസാനം ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവരാണ് സന്യാസി. അതിലേക്കുള്ള മാർഗമാണ് സന്യാസം. സ്വാമി എന്ന് പറയുന്നതും രണ്ടും രണ്ട് പ്രത്യേക. പക്ഷെ നമ്മൾ പൊതുവെ സന്യാസിയും സ്വാമിയും നല്ല ഒരേമാതിരി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ രണ്ടിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതാണ് ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് സന്യാസി എന്ന് പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞതിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഭൗതിക ജീവിതത്തിൽ വിരക്തി വന്ന് അതിൽ നിന്നെല്ലാം വിട്ട്, അതായത് ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച്, ഈ ലോകവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് വിരക്തി വന്ന് ഞാൻ ബ്രഹ്മമാണ് എന്ന നിലയിൽ ചിന്തിച്ചുകൊണ്ട് ബ്രഹ്മത്തിൽ പോയി ലയിക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്കുള്ള അവസ്ഥയാണ് ബ്രഹ്മസാക്ഷാത്കാരം. അപ്പൊ അവരതിന്റെ ഭാഗമായിട്ട് ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ വസ്ത്രങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട്, കുടുംബങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് നേരെ വടക്കോട്ടേക്ക് പോയിട്ട് എപ്പോഴും ആ ചിന്തയിൽ മുഴുകിക്കൊണ്ടങ്ങ് കഴിയും. പിന്നെ അവർക്ക് ഭൗതിക ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല. സന്യാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന പ്രശ്നമില്ല. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവര് പാതകിയാണെന്നും പറയുന്നുണ്ട്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. ഇവിടെയാണ് അത് പറഞ്ഞതെന്ന് ഒന്നുകൂടി പറയാം. അതായത് ശാഠ്യായനീയോപനിഷത്തില് 33 തോന്നുന്നു. എന്തു പറയുന്നു? സന്യാസം സ്വീകരിച്ച ശേഷം പരിവ്രാജം ഗൃഹീത്വ എന്ന സൂക്തമാണ്. അതായത് 33ാമത്തെ. സന്യാസം സ്വീകരിച്ച ശേഷം സ്വധർമ്മത്തിൽ നിന്നും മാറിയാൽ അവൻ പാതകിയാണെന്ന് വേദം അനുശാസിക്കുന്നു. അതായത് സന്യാസത്തിൽ നിന്നും വിട്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരിക, ഈ ലോകത്തിലേക്ക് തിരിച്ചു വരിക, എല്ലാ ആക്ടിവിറ്റിയും തുടങ്ങുക. പണ്ട് ശ്രീനിവാസൻ ഏതോ ഒരു സിനിമയില് കഥാപാത്രം എന്ന നിലയിൽ സന്യസിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നാട്ടുകാരിൽ നിന്നെല്ലാം കിട്ടിയത് അനുഭവം എന്താണെന്ന് നമ്മൾ അവിടെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭൗതിക ലോകത്തിലെല്ലാം വിരക്തി വന്നിട്ട് അങ്ങോട്ട് പോയിട്ട് എല്ലാം ഉപേക്ഷിച്ച് പോയിട്ട് ബ്രഹ്മമേ ശരണം എന്ന് വെച്ച് പോയിട്ട് പിന്നെ തിരിച്ചു വന്ന അത് പിന്നെ ബ്രഹ്മത്തിലേക്കായി പിന്നെ തിരിച്ചു വരുന്ന ഒരു പരിപാടിയില്ല സന്യാസത്തിന്. അപ്പൊ അങ്ങനെ വല്ലവരും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് പാതകിയാണെന്നാണ് വേദം പറയുന്നത്. സ്വധർമ്മം എന്താണ്? പോയിട്ട് അതിൽ ലയിക്കുക. അവന്റെ ലക്ഷ്യം പിന്നെ അതാണ്. ഞാൻ ബ്രഹ്മമാണ്, ലോകം മുഴുവൻ ബ്രഹ്മമാണ്, ഇവിടെ ഒരു വ്യത്യാസമില്ല, ഞാനും ബ്രഹ്മവും തമ്മിൽ ഒന്നുമില്ല വ്യത്യാസം. അതുകൊണ്ട് അതിൽ പോയി അങ്ങ് ലയിക്കുന്നു. പിന്നെ തിരിച്ചു വരുന്ന വശം അവിടെ വരുന്നില്ല. അപ്പൊ സന്യാസി എന്ന വ്യക്തിക്ക് പിന്നെ എന്തില്ല? ഞാനെന്ന ചിന്ത, അഹങ്കാരം, ഇതൊന്നും തന്നെയില്ല. ഞാൻ ബ്രഹ്മമാണ്, കാണുന്ന എല്ലാം ബ്രഹ്മമാണ്, പിന്നെ ഒരു വകഭേദവും ഇല്ല. ഈ ശരീരത്തെ പറ്റി പോലും അങ്ങ് മറക്കുകയാണ്. ചിന്തയില്ല, ഞാനെന്ന ചിന്ത പിന്നെ അവനില്ല. ഞാനില്ല, ഈ ബ്രഹ്മമേ ഉള്ളൂ. പ്രപഞ്ചം എല്ലാം ബ്രഹ്മം. കാരണം അച്ഛനും അമ്മയും ഒന്നുമില്ല. പണ്ട് വേദവ്യാസന്റെ മകന്റെ കഥ ഒരുത്തിയിൽ പറയുന്നുണ്ട്. അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് കഥ ഇതാണ്. വേദവ്യാസന്റെ മകന് ബ്രഹ്മ രഹസ്യം പഠിപ്പിച്ചു കൊടുക്കണം. ബ്രഹ്മരഹസ്യം മനസ്സിലാകുന്ന ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴി പഠിപ്പിക്കണം എന്നൊരാഗ്രഹമുണ്ടായി. അപ്പം വേദവ്യാസൻ എന്തല്ല ബ്രഹ്മസാക്ഷാത്കാരം നേടിയവനല്ല.
സന്യാസത്തിലേക്ക് തിരിഞ്ഞ് അങ്ങ് സന്യാസിയായി പോയതല്ല. പിന്നെ ഈ ഗ്രന്ഥങ്ങളൊന്നും എഴുതില്ലായിരുന്നു. അപ്പം വേദവ്യാസൻ എന്ത് വിചാരിച്ചു? മകനെ ഒന്ന് ബ്രഹ്മസത്യം പഠിപ്പിക്കണം. അപ്പം മകനെയും കൂട്ടിയിട്ട് ആളുടെ അടുത്ത് പോകുന്നു, ശിവന്റെ അടുത്ത് പോയിട്ട് പറയുന്നു, ഒന്ന് ബ്രഹ്മസാക്ഷാത്കാരം ഇവനെ ഒന്ന് ഉപദേശിക്കണം, ബ്രഹ്മതത്വം ഒന്ന് രഹസ്യം ഒന്ന് ഉപദേശിക്കണം. അപ്പൊ ശിവൻ പറഞ്ഞ സംഗതി അത്ര നന്നല്ല, ഇതെല്ലാം കഥയാണ്, കഥയായിട്ട് തന്നെ കാണണം, അതിനകത്ത് ആശയമാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം അതത്ര ഇഷ്ടപ്പെടുന്ന വേദവ്യാസം പറഞ്ഞ് അന്ന് പ്രശ്നമൊന്നുമില്ല, ഞാനെല്ലാം സഹിച്ചോളാം ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ശിവൻ ഉപദേശിക്കുന്നു. ശിവൻ ഉപദേശിച്ചപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രഹ്മരഹസ്യെല്ലാം മടങ്ങി ബ്രഹ്മസാക്ഷാത്കാരം നേടിയപ്പോൾ വേദവ്യാസന്റെ മകൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ശിവനെ നമിച്ചിട്ട് ഒരൊറ്റ പോക്കാണ്. അച്ഛനെയൊന്നും നാമിക്കാനൊന്നും നിന്നില്ല. കാരണം ബ്രഹ്മമായി കഴിഞ്ഞാൽ പിന്നെ ആകെ എല്ലാം എന്താണ്? ബ്രഹ്മമയം. ശിവനും ബ്രഹ്മത്തിന്റെ അംശം തന്നെ. അപ്പൊ ശിവനേ ഉള്ളൂ, അല്ലാതെ അച്ഛൻ അമ്മ മറ്റേ ഇതൊന്നുമില്ല, ഒരൊറ്റ പോക്കാണ്. അപ്പം വേദവ്യാസം പിന്നാലെ ഓടുന്നുണ്ട്. എന്തിന്? മകനെ എന്നും വിളിച്ചുകൊണ്ട്. അപ്പോൾ വിളി കേട്ട എന്താണെന്നുള്ള അടുത്തുള്ള പർവ്വതങ്ങളും ചില ഇലകളും എല്ലാമാണ് വിളി കേട്ടതെന്ന് അങ്ങ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം അവൻ ബ്രഹ്മത്തിൽ പ്രപഞ്ചത്തിൽ അങ്ങ് ലയിച്ചു കഴിഞ്ഞു. ഈ പ്രപഞ്ചമാണല്ലോ ബ്രഹ്മമാണല്ലോ പ്രപഞ്ചമായി മാറിയത്. അവൻ പ്രപഞ്ചത്തിന്റെ ഒരംശമായി മാറി, അതായത് ബ്രഹ്മത്തിന്റെ ഒരംശമായി മാറി. പിന്നെ പ്രത്യേകിച്ച് വിളി കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കേൾക്കുന്ന എല്ലാം ബ്രഹ്മം തന്നെ. ഇവിടെ ഒരു കഥയിലൂടെ ആശയങ്ങളാണ്, അല്ലാതെ വേദവ്യാസന്റെ മകനിങ്ങനെ ഇതെല്ലാം കഥയിലുള്ള കഥാപാത്രങ്ങളാകാനാണ് സാധ്യത എന്ന് ചിന്തിക്കുക. അല്ലാതെ ഇങ്ങനെയൊന്നും അങ്ങ് നടക്കൊന്നുമില്ല. ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ നമ്മള് ഇവിടെ വേദത്തിലും പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴി. അപ്പൊ എന്താകുന്നത്? അവസാനം അങ്ങേ ആ സന്യാസിയായി കഴിഞ്ഞാൽ അവസാനം എവിടെ പോയി ലയിക്കുന്നു? അങ്ങനെ ജീവിതം സൃഷ്ടിപ്പിച്ച് എവിടെയെങ്കിലും മലയില് ഏതെങ്കിലും ഗുഹയിൽ പോയിരിക്കും, അവസാനം ബ്രഹ്മത്തിൽ പോയി അങ്ങ് ലയിക്കും. ശരീരം അങ്ങനെ ഇല്ലാതെയാവും, അവിടെ വെച്ചിട്ട് ദ്രവിച്ച് ഇല്ലാതെയാവും, ഒന്നും അല്ലാതായി മാറി. അവന്റെ ആത്മാവെല്ലാം അങ്ങ് ബ്രഹ്മമായി മാറി, ശരീരത്തിന് വിലയില്ലാതെ പിന്നെ ജീർണിച്ച് അവിടെ തന്നെ കിടന്നിട്ട് അങ്ങനെ അങ്ങ് പോകും. അല്ലാതെ ആ സന്യാസിന്റെ വിളിച്ചു പിന്നാലെ നടന്നു കഴിഞ്ഞാൽ ഈ മരയെല്ലാം കയറിയിട്ട് വിളി കേൾക്കുന്നെല്ലാം പറയുന്നത് അതിൽ നിന്ന് നമ്മൾ ആശയങ്ങളാണ്, കഥയിൽ നിന്ന് ആശയങ്ങളാണ് എടുക്കേണ്ടത്. അല്ലാതെ ഒരാൾ സന്യാസി ആയി കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കും ഈ മരവും ചെടിയും എല്ലാം വിളി കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അഥവാ വേദവ്യാസന്റെ കാര്യത്തിൽ അത് ഒരാശയങ്ങൾ കഥരൂപത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരാൾ സന്യാസി ആയി കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചത്തിൽ ലയിച്ചു കഴിഞ്ഞു, പിന്നെ അവൻ വിളി കേൾക്കാൻ പറ്റുന്നത്. പിന്നെ ഒരിക്കലും ഈ മരയെല്ലാം കാണുന്നതിനെല്ലാം നിങ്ങൾ അതിൽ തന്നെയാണെന്ന് വേദവ്യാസന്റെ നമ്മളിപ്പോ ഒരു സന്യാസി ഉണ്ട്, എക്സ് എന്നൊരു സന്യാസി ഉണ്ട്, അയാൾ ബ്രഹ്മത്തിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതെല്ലാം അതിൽ തന്നെയാണ്. കാരണം ഇതെല്ലാം ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി മാറിയത്. ആ ബ്രഹ്മത്തിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ ആ ബ്രഹ്മം തന്നെയാണ് ഇതെല്ലാം. ഇതെല്ലാം പണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു ജലാശയത്തെ ബ്രഹ്മമായിട്ട് ചിങ്ങിച്ചിട്ട് അതിനകത്ത് നടത്ത് ഓരോ സ്ഥലത്തുനിന്ന് ഓരോ കുമിള ഉണ്ടാകും, അത് വെള്ളത്തിൽ തന്നെ ലയിക്കും. അപ്പൊ ഓരോ കുമിളയും വ്യത്യസ്തമാണോ? ഒന്നുമല്ല, വെള്ളം തന്നെ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങ് പൊന്തിപ്പോന്നിയ മാതിരിയാണ്. അപ്പൊ ലയിച്ചു കഴിഞ്ഞാൽ അതേ ഉള്ളൂ. ഈ പ്രപഞ്ചമായി മാറുന്ന അതിങ്ങനെ ചെടികളും മറ്റേതും എല്ലായിട്ട് മാറി, വേദവ്യാസന്റെ മകനുമായിട്ട് മാറി, അല്ലെ എക്സ് എന്ന സന്യാസിയായിട്ട് മാറി, അതിനകത്ത് തന്നെ പോയി അങ്ങ് ലയിക്കുന്നു. അപ്പൊ ഈ കാണുന്ന എല്ലാ കുമിളകളും എല്ലാം ഒന്ന് തന്നെ, വ്യത്യാസമൊന്നുമില്ല എന്ന് പറയുന്ന ഒരാശയത്തിലേക്കാണ് നമ്മള് ഈ കഥ കൊണ്ടുപോകുന്നത്. അപ്പൊ സന്യാസിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്ന പരിപാടിയില്ല. ഇപ്പൊ സന്യാസികളായിട്ട് പോയി കഴിഞ്ഞാൽ ഒരൊറ്റ പോക്കാണ്, വല്ല ഗുഹയിലും പോകും, അവിടെ വെച്ച് ജീവിതം അവസാനിക്കും, ബ്രഹ്മത്തിൽ ലയിക്കും, ശരീരം അവിടെ വെച്ചിട്ട് അങ്ങ് ജീർണിച്ചു പോകും. ഇതാണ് സന്യാസിയുടെ അവസ്ഥ. പിന്നെ അവിടെ വെച്ചിട്ട് എന്തില്ല, തിരിച്ചു വന്ന് നമ്മളോടെല്ലാം ലോക്യം പറയുന്ന അവസ്ഥയൊന്നും ഇല്ല. സ്വാമി അങ്ങനെയാണോ? സ്വാമി അങ്ങനെയല്ല. സ്വാമിയിലേക്ക് നമുക്ക് പിന്നീട് വരാം. അത് സന്യാസി ഇതാണ്. പിന്നെ അവന് ഞാനെന്ന വികാരമില്ല, ഞാനെന്ന അഹങ്കാരമില്ല, ഇതെല്ലാം നശിച്ചവനാണ് സന്യാസി. അപ്പോൾ സന്യാസിന്റെ വസ്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, അതിസാമർത്ഥ്യവും അജ്ഞതയും അസാമർത്ഥ്യം എല്ലാം കൊണ്ടിട്ട് 4 തരത്തിലുള്ള സന്യാസികൾ ഉണ്ടാകാം.
എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ തന്നെ സമൂഹത്തിൽ കാണുന്ന 6 തരത്തിൽ കാണാം. അവരെല്ലാം വേഷം എന്താണ് പറയുന്നത്? കൗബീനാണ്. വസ്ത്രം ആദ്യം ഉപേക്ഷിക്കാൻ പറ്റൂല. ആദ്യം കൗബീനവും പിന്നെ കുറച്ച് വടിയെല്ലായിട്ട് നടക്കും. പിന്നെ ഓരോന്നായിട്ട് ഉപേക്ഷിച്ച് അവസാനം പൂർണ്ണ നഗ്നനായിട്ട് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി മലമ്പാമ്പിനെ പോലെ വല്ലതും കെട്ടിയിട്ട് ഭക്ഷിച്ചിട്ട് ജീവിതാവസാനം വരെ കഴിച്ചു കൂട്ടുന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അതിന് പറ്റില്ല. ചിലവർക്ക് അപ്പൊ ഈ 6 സ്റ്റേജിൽ എന്താ കാണുന്നതെന്ന് വെച്ചാൽ, എനിക്കിപ്പം പെട്ടെന്ന് വിരക്തി വന്നിട്ട് ഞാനങ്ങ് പോകുമ്പോ ഈ അവസ്ഥയിൽ ഉടുതുണിയെല്ലാം അയച്ചിട്ടിട്ട് പോകുന്നു വെക്കുന്നത് സ്വാഭാവികമല്ല. നമുക്ക് പെട്ടെന്ന് അങ്ങനെ പറ്റൂല. പെട്ടെന്ന് കയറിയിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നടക്കില്ല. അതിങ്ങനെ ഒരു സ്ലോ പ്രോസസ്സിലാണ് അങ്ങ് സംഭവിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് വേഷങ്ങളെല്ലാം അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. കൗബീനം പോലും ധരിക്കാൻ നമുക്ക് പറ്റൂല. നമ്മളെല്ലാം പോവുകയാണെങ്കിൽ കൗബീനൊന്നും ധരിച്ചിട്ടൊന്നും പോകാൻ പറ്റില്ല. ഉള്ളേര് വേണമെങ്കിലും മോശം ഒരു വസ്ത്രമെല്ലാം ഇട്ടിട്ട് അങ്ങ് പോവാന്ന് വെക്കും. അപ്പൊ അതിനെല്ലാം ആദ്യത്തെ അവസ്ഥയിൽ ഒരു വിരക്തി വരുമ്പോ പെട്ടെന്ന് കയറിയിട്ട് ഇത് ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെ വിരക്തി വരുന്നവർ വളരെ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ചു പേർക്ക് അങ്ങനെ വന്നേക്കാം. അതൊന്നും അങ്ങനെയല്ല. ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലവർക്ക് എന്ത് വേണ്ടി വരും? വല്ല ആശ്രമത്തിലെല്ലാം പോയി ഇതെല്ലാം കേട്ട് യോഗാഭ്യാസം എല്ലാം ചെയ്തിട്ട് സന്യാസത്തിലേക്ക് അതിനുള്ള വഴി വേദം പറഞ്ഞു തന്നിട്ടുണ്ട്. വിരക്തി വരുന്നവർക്ക്, അതും വിരക്തി വന്നവർക്കേ ഉപദേശിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. വിരക്തി വരുന്നവർക്ക് എനിക്ക് സന്മതി, ഈ ജീവിതം മടുത്തു. ചിലവരെന്നോട് ജാതകം നോക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, കാരണം എനിക്ക് ഭൗതിക ജീവിതത്തിലൊന്നും താല്പര്യം, എനിക്ക് ആത്മീയതയിലേക്ക് അങ്ങ് പോകണം, എനിക്ക് ജീവിതത്തിലൊന്നും താല്പര്യമില്ല എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിർബന്ധമാണ് ഇനി പറ്റൂല എന്ന് ഉറപ്പിച്ചു പറയുന്ന ചില വ്യക്തികളുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത്തരം വ്യക്തികളുള്ള ഉപദേശിക്കാനാണ് ഈ സന്യാസത്തിലേക്കുള്ള വഴി ചില യോഗയിലൂടെയെല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചില യോഗാഭ്യാസത്തിലൂടെയെല്ലാം അതിൽ പ്രത്യേക പെട്ടെന്ന് കംപ്ലീറ്റ് വിരക്തി ഉണ്ടാക്കിയെടുക്കാനുള്ള ചില വഴികളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണ് ഈ വസ്ത്രമെല്ലാം ആദ്യം തന്നെ കൊണ്ട് കൗബീനൊന്നും വെച്ചിട്ടൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്കെല്ലാം ആദ്യം കുറച്ച് ലളിതമായ വസ്ത്രം, ഇപ്പൊ ഇതേ വേഷത്തിൽ തന്നെ അങ്ങ് പോകും. പക്ഷെ വേഷത്തിലൊന്നും താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഈ സ്ത്രീ ഒന്നും ഇടാതെ എല്ലാം അങ്ങ് പോകുമായിരിക്കും. അങ്ങനെ ഗ്രാജുവൽ ആയിട്ടാണ് വരും. അങ്ങനെയുള്ള അവസ്ഥയിൽ നാരദ പരിവ്രാജകോപനിഷത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ശീതവർഷാദികളിൽ നിന്നും മോചനത്തിന് ജീർണിച്ച ശുദ്ധ വസ്ത്രങ്ങൾ കൂട്ടിത്തയ്ച്ച് വസ്ത്രമാക്കണം. ശീതമെല്ലാം തണുപ്പെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നിർബന്ധമായിട്ടുള്ളത് എന്താണ്? എന്തെങ്കിലും വസ്ത്രം ഇട്ടേ പറ്റൂ. തണുപ്പൊന്നും പെട്ടെന്ന് കയറിയിട്ട് അതൊന്നും ആ അവസ്ഥയിലേക്ക് ശരീരം എത്തില്ല. അപ്പൊ എന്ത് വേണം? ജീർണിച്ച ശുദ്ധ വസ്ത്രങ്ങൾ. ജീർണിച്ച് കിടക്കുന്ന വസ്ത്രങ്ങളെ എവിടെ നിന്നെങ്കിലും എടുത്തിട്ട് അത് കൂട്ടിത്തയ്ച്ചിട്ട് ഉപയോഗിക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ പഴകി ഉപയോഗിച്ച് കളഞ്ഞ വസ്ത്രങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, അത് കീറിയതെല്ലാണെങ്കിൽ ആ കീറിയതിനെ എടുത്ത് വേറെ വല്ല കീറിയതിന്റെ ഭാഗങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കൂട്ടിത്തയ്ച്ച് ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും വസ്ത്രത്തോടുള്ള ആ മനസ്സിന്റെ ചിന്താഗതി അങ്ങ് മാറ്റിപ്പോകണം. അതൊരു പ്രാക്ടീസായിട്ട് വരുത്തുകയാണ്, പരിശീലിക്കുകയാണ്. വസ്ത്രഭ്രമം തന്നെ ആദ്യം തന്നെ ഇല്ലാതാക്കണം. കൂട്ടിത്തയ്ച്ച് വസ്ത്രമാക്കണം. അപ്പം അപ്പൊ ശുദ്ധമായിരിക്കണം, തുണി വൃത്തിയാക്കണം. കാരണം അല്ലാതെ രോഗം അവിടെ കയറിയിട്ട് രോഗം പിടിച്ചു കഴിഞ്ഞാൽ വല്ല ജീർണിച്ച വസ്ത്രം എടുത്തിട്ടിട്ട് പിന്നെ സ്കിൻ ഡിസീസും അതുമെല്ലാം വന്നു കഴിഞ്ഞാൽ അത് പറ്റില്ല. ശുദ്ധമാക്കിയിട്ട് ഇപ്പം ജീർണിച്ച മറ്റേതിലെ പറഞ്ഞ എന്താണ്, തെരുവിൽ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ കിട്ടുന്നു, അതും എടുത്തിട്ട് തുന്നിച്ചയച്ച് യോജിപ്പിക്കണം എന്ന് അവിടെ മറക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞതിൽ. പക്ഷെ അത് കഴുകി വൃത്തിയാക്കണം എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പം ജീർണിച്ച ശുദ്ധവസ്ത്രങ്ങൾ കൂട്ടിത്തച്ച് വസ്ത്രമാക്കണം. ആവശ്യമെങ്കിൽ കാഷായ വസ്ത്രവും ധരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് തുടക്കത്തില് ഇതൊന്നും മനസ്സ് വരില്ല. എത്രയാക്കി വരും നമുക്കെല്ലാം തോന്നുന്നു. വിരക്തിയെല്ലാം വന്നു കഴിഞ്ഞാൽ ഇതിലെല്ലാം മടുത്ത് ഇതൊന്നും ഒരു കാര്യമില്ല, പോണം സന്യാസിക്കണം എന്ന് പോയാലും ഈ ജീർണിച്ചെല്ലാം എടുത്ത് തുന്നിച്ചയച്ച് അതൊന്നും തോന്നില്ല. പിന്നെ ധരിക്കാൻ വേണ്ടി ഒരു കാഷായ വസ്ത്രം ഉപയോഗിക്കാം. അങ്ങനെ വേണമെങ്കിൽ ആവശ്യമെങ്കിൽ കാഷായ വസ്ത്രവും ധരിക്കാം. ഏക വസ്ത്രം എങ്കിലും ഒന്നേ പാടുള്ളൂ, അധികം പാടില്ല. എന്നിട്ടോ നഗ്നനായോ കഴിയാം. അവിടെയും പറയണം നഗ്നനായോ കഴിയാം. എന്നിട്ട്
ഭിക്ഷുകോപനിഷത്തിൽ പറയുന്നുണ്ട് വേറൊന്ന് എന്ത്, ബഹുതകൻ. ബഹുതകൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 6 സ്റ്റേജിലൂടെ വരുമ്പോൾ ഒന്നാമത് കുടീജൻ, രണ്ടാമത്തത് ബഹുതകൻ. കുറെ സാധനങ്ങളെല്ലാം ആയിട്ട് ഇറങ്ങുക. പക്ഷെ അടുത്ത സ്റ്റേജിലെത്തുമ്പോൾ ബഹുതകൻ എന്ത് ചെയ്യുക, അതിൻ്റെ അത് കുറെ സാധനങ്ങളെല്ലാം ഇരിപ്പിടെല്ലാം എടുത്തങ്ങ് ദൂരെ കളയും. പണ്ടാദ്യം ഇരിപ്പിടം ഒരു ഇരിക്കാനൊരു സാധനമെല്ലാം ആയിട്ടാണ് പുറപ്പെടുക സന്യാസത്തിന്റെ ആദ്യഘട്ടത്തിൽ. രണ്ടാമത്തെ ബഹുതകനാകുമ്പോൾ ത്രിദണ്ഡം, കമണ്ഡലു, ശിഖ, സൂത്രം, കാഷായ വസ്ത്രം എന്നിവ ധരിച്ചു. അപ്പൊ അവന് കാഷായ വസ്ത്രം എല്ലാവർക്കും ഉണ്ടാവുക. മധുവും മാംസവും വർജിച്ച്, മാംസം എല്ലാം കഴിക്കുന്നത് മധു എല്ലാം ഉപേക്ഷിച്ച്, ബ്രഹ്മർഷിമാരുടെ ഗൃഹത്തിൽ നിന്ന് 8 ഉരുള ആഹാരം കഴിച്ച് യോഗയിലൂടെ മോക്ഷം നേടാൻ ശ്രമിക്കുന്നു. അപ്പോൾ സ്വന്തം കഴിവുകൊണ്ട് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, വിരക്തിയായി പോകാൻ പറ്റില്ലെങ്കിൽ യോഗയിലൂടെ എല്ലാം നേടിയെടുക്കാനുള്ള വഴി യോഗയിൽ പറയുന്നുണ്ട്. പലതരം ആസനങ്ങളുണ്ട്. അപ്പൊ ഏതെങ്കിലും ആശ്രമത്തിൽ പോയി യോഗ നല്ല ഇങ്ങനത്തെ യോഗ പഠിപ്പിക്കാൻ കഴിവുള്ള ആശ്രമത്തിൽ പോയി അവിടെ താമസിച്ചുകൊണ്ട്, അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ ഇതേമാതിരി ഒന്നും കൂട്ടിത്തയ്ച്ചൊന്നും പോകേണ്ട ആവശ്യമില്ല. സന്യാസിയുടെ വേഷത്തിൽ പോയി കാഷായ വസ്ത്രം ധരിച്ച് അവിടെ താമസിച്ചുകൊണ്ട് അങ്ങേര് യോഗയെല്ലാം പഠിപ്പിക്കും. അക്കൂട്ടത്തില് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴികൾ എന്തെല്ലാം ഇങ്ങനെയല്ല ഒരു ഉപദേശം, ഒരു ഗുരുവിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ പോയിരുന്ന് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് യോഗയിലൂടെ എന്തുണ്ടാക്കിയെടുക്കാം, വിരക്തി ഉണ്ടാക്കി എടുക്കാം. മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എന്നിട്ട് എന്ത് ചെയ്യാം, മോക്ഷം നേടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. കഴിഞ്ഞതിന് പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആര് തന്നെ എന്ത് ശ്രമിച്ചാലും പുനർജന്മമില്ലെങ്കിലും ഇനി കർമ്മങ്ങളില്ലെങ്കിലും മാത്രമേ മോക്ഷം ലഭിക്കുള്ളൂ. അതാര് തീരുമാനിക്കണം? ആ ശക്തി തീരുമാനിക്കണം. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ അവസാനം എത്തുമ്പോൾ എന്തായിരിക്കും? എല്ലാം ഉപേക്ഷിച്ച് ശുദ്ധമായ ഏതവസ്ഥ? അവധൂതന്റെ അവസ്ഥയിലേക്ക് എത്തും. എന്താണ് അവധൂതന്? യാതൊരു നിയമവുമില്ല. അവൻ വല്ലയിടത്തുനിന്ന് എന്തെങ്കിലും കഴിച്ച് പെരുമ്പാമ്പിന്റെ മട്ടിൽ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുന്നു. അവന് വസ്ത്രമില്ല, ഉടുതുണിയില്ല, ഒന്നുമില്ല. അവസാനത്തെ സ്റ്റേജ്, ശരിയായ രൂപം. എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയാലേ കഴിച്ചിട്ട്, പെരുമ്പാമ്പ് ഒരേ കുറെ കാലം ഭക്ഷണമൊന്നും ഇല്ലാതെ അങ്ങ് കഴിക്കുക. എന്തെങ്കിലും ഒന്ന് കിട്ടിയാലും കഴിച്ചിട്ട് അടച്ചുരുട് കൂടും. അതേപോലെ അവിടെ അങ്ങ് കൂടി അവസാനം ജീവനങ്ങ് ഒഴിവാക്കും. ഇതാണ് സന്യാസി എന്ന് നമ്മൾ കണ്ടു. എന്നാൽ നമ്മൾ ഇനി നോക്കുന്നത് എന്താണ്? സ്വാമി ആരാണെന്നാണ്. സ്വാമി എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം എന്റെ അവകാശം ഞാൻ, എന്റെ അവകാശം ഞാൻ എന്ന ഞാനെന്നൊരു വികാരം നമ്മളിലുള്ളവനാണ് സ്വാമി. സന്യാസി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നൊരു വികാരം നശിപ്പിച്ചിട്ട് ഞാനുമില്ല പ്രപഞ്ചവും ഇല്ല എന്നും പറഞ്ഞ് ഇറങ്ങി നടക്കുന്നവനാണ് സന്യാസി. അവന് പിന്നെ ഞാനില്ല. ഇവിടെ ഞാനെന്ന വികാരമുള്ള ഓണർഷിപ്പ് ഓഫ് വൺസ്, എന്റെ എല്ലാ അവകാശം ഞാൻ തന്നെയാണ് എന്നുള്ള ഒരു വ്യക്തിത്വം, ഞാനാണ് എന്നൊരു ഭാവത്തിൽ നടക്കുന്നവരാണ് സന്യാസി. എന്റെ ഞാൻ തന്നെയാണ് എന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതായത് ഒരു വ്യക്തിത്വമുള്ള വ്യക്തി, അതിൽ ഏറ്റവും ശ്രേഷ്ഠനായത്. അങ്ങനെയുള്ള വ്യക്തികളുടെ പ്രത്യേകത എന്താണ്? അങ്ങനെ ചില വ്യക്തികളുണ്ട് സ്വയം ഞാനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെ വ്യക്തികളുടെ പിന്നിൽ എന്തുണ്ടാവും? കുറച്ചു പേര് അങ്ങനെ അംഗീകരിക്കാണ്. അതായത് നല്ല വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ അവരെ അംഗീകരിക്കാം. എല്ലാ അഭിപ്രായങ്ങളും അവർ സ്വയം അവരിൽ നിന്നുള്ള ആശയങ്ങൾ, ഐഡിയകളെല്ലാം പുറത്തു വരും. അപ്പൊ കുറച്ചു പേര് അവരെ അനുഭവിക്കും. അപ്പൊ അവരവരുടെ സ്വാമി എന്ന് വിളിക്കും. അപ്പം അവ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ലോകത്തെ മുന്നോട്ട്, ഒരു വിഭാഗത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ കഴിവുള്ളവരാണ് സ്വാമി. അത് സന്യാസമോ ഈ ബ്രഹ്മസാക്ഷാത്കാരമോ ആയിട്ട് ആത്മീയമായിട്ടോ അതിനൊരു ബന്ധവുമില്ല. പക്ഷെ അങ്ങനെ ആത്മീയമായി നീങ്ങുന്നവരും ഉണ്ടാകും. അതും സ്വാമിമാരാണ്. ഉദാഹരണത്തിന് ചില സ്റ്റേറ്റുകളില് ഭാര്യമാര് ഭർത്താക്കന്മാരെ വിളിക്കുന്നത് സ്വാമി എന്നാണ്. അത് പുരാണ കഥകളിലും കാണാം, സ്വാമി എന്ന് വിളിക്കുന്നത്.
ഇപ്പൊ ദുര്യോധനന്റെ ഭാര്യ സ്വാമി എന്ന് തന്നെയാണ് ദുര്യോധനെ വിളിക്കുക. ദുര്യോധനെ എങ്ങനത്തെ കഥാപാത്രമാണെന്ന് നമുക്കറിയാലോ. അപ്പം ഭർത്താവ് എന്ന നിലയിൽ സ്വാമി എന്ന് വിളിക്കുകയാണ്. അപ്പൊ അത് നല്ല ഗുണമാണോ മോശം ഗുണമാണോ അതൊന്നും അവിടെ ഇല്ല. അവരെ ഫോളോ ചെയ്യുന്നു. കാരണം അങ്ങേരുടെ തീരുമാനം അനുസരിച്ചാണ് എല്ലാം സ്വീകരിക്കുന്നത്. അപ്പം ഭാര്യമാര് ഭർത്താവിന്റെ പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന ആ തരത്തിലുള്ളതിനുള്ള സ്വാമി എന്ന പേര് അവിടെ വന്നിരിക്കുന്നു. ഇപ്പം നല്ല വ്യക്തിയുടെ ധർമ്മപുത്രരുടെ ഭാര്യ ധർമ്മപുത്ര സ്വാമി എന്ന് വിളിക്കുകയാണെങ്കിൽ ദുര്യോധനന്റെ ഭാര്യ ദുര്യോധനെ സ്വാമി എന്ന് വിളിക്കും. അതിവിടെ ഗുണവും ഇതൊന്നും നോക്കിയിട്ടില്ല, ആത്മീയം നോക്കിയിട്ടൊന്നും ആത്മീയമൊന്നും ഇല്ല. യുക്തിവാദിയുടെ ഭാര്യക്കും വേണമെങ്കിൽ യുക്തിവാദി പറയുന്നതനുസരിച്ചാണ് ജീവിക്കുന്നത്, യുക്തിവാദിന്റെ സ്വാമി എന്ന് വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം ആ ഭാഷേന്റെ അർത്ഥം അതാണ്. ആ തരത്തിലാണ് സ്വാമി ഉള്ളത്. അത് സന്യാസവുമായിട്ട് അതിന് ബന്ധമില്ല. സന്യാസി എന്ന് പറയുമ്പോൾ ഞാനെന്ന ഭാവം നശിച്ചവനാണ്. സ്വാമി എന്നത് ഞാനെന്ന ഭാവം ഉള്ളവനാണ്. അത് നല്ല പ്രകടമാണ്. ഞാൻ എന്റെ കാര്യം ഞാൻ അവര് തന്റെ ഇടത്തോടുകൂടി നടക്കുന്ന വ്യക്തികൾക്കാണ് സ്വാമി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമി എന്ന് പറയുന്നത്, വിവേകാനന്ദ സ്വാമി. എന്തുകൊണ്ടാണ്? അവരെല്ലാം രാഷ്ട്രത്തെ നയിക്കാൻ കുറെ പേര് അദ്ദേഹത്തിന്റെ പിന്നാലെ ഇടുന്നു. രാഷ്ട്രത്തിന് പുരോഗതിയിലേക്ക് നയിക്കാൻ മുന്നിട്ടിറങ്ങിയവരാണ്. അതുകൊണ്ട് അവരെല്ലാം സ്വാമിമാരാണെന്നാണ് പറയുന്നത്. സന്യാസി എന്ന വാക്കല്ല അവിടെ ഉപയോഗിക്കുന്നത്. നാരായണ ഗുരുസ്വാമികൾ, വിവേകാനന്ദ സ്വാമികൾ. അവിടെ സ്വാമി എന്ന് വരുമ്പോൾ അല്ല, നാരായണ ഗുരു സന്യാസി എന്ന് പറഞ്ഞു പോയാൽ സംഗതി മാറി. സന്യാസി പിന്നെ തിരിച്ച് ഈ ആളുകൾക്ക് വേദോപദേശം നടത്താനൊന്നും വരാൻ പാടില്ല. വേദ പറയുന്ന സന്യാസി അനുസരിച്ച്. വേദ പറയുന്ന സന്യാസി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ എല്ലാവരെയും ഭാര്യരെയും മക്കളെയും ശിഷ്യന്മാരെയും എല്ലാം വിളിച്ചിട്ട് പറയണത് ഞാൻ പോകുന്നു, എനിക്ക് ഈ ജീവിതം മതിയായി, ഞാനിതാ പോകുന്നു പറഞ്ഞു ഉടുതുണി അടക്കം ഉപേക്ഷിച്ചിട്ട് പോകാനാണ് കഴിഞ്ഞയിൽ നമ്മൾ കണ്ടത്. പിന്നെ തിരിച്ചു വരികയാണ്, അവനും പാതകിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സന്യാസി എന്ന പദം, വേദം പറയുന്ന സന്യാസി എന്ന പദം ഈ നിലയിൽ പോകുന്നവർക്ക് മാത്രമേ പ്രായോഗികമായിട്ടുള്ളൂ, അല്ല ഉപയോഗിക്കാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം സ്വാമി എന്ന വാക്ക് ആർക്കും ഉപയോഗിക്കാം. ആത്മീയക്കാർക്കും ഉപയോഗിക്കാം, വിശ്വാസിക്കും ഉപയോഗിക്കാം, യുക്തിവാദിക്കും എല്ലാം ഉപയോഗിക്കാം. എന്ത് ഉണ്ടാകണം? ഞാനെന്നൊരു ഭാവം ഉണ്ടാകണം. എന്റെ അവകാശം ഞാൻ. അത് ഏറ്റവും അധികം പറയുന്നത് യുക്തിവാദികളാണെന്ന എന്റെ അഭിപ്രായം. എന്റെ കാര്യമല്ല, ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതപ്പോ സ്വാമി എന്ന വാക്കിന് അർഹത ഏറ്റവും നല്ലത് യുക്തിവാദികൾക്കാണ്. ഇതെന്റെ അഭിപ്രായമാണ്. കാരണം എന്റെ അവകാശം ഞാൻ എന്നാണ് സംസ്കൃതത്തിൽ സ്വാമി എന്ന പദത്തിന് അർത്ഥം. ഇംഗ്ലീഷിൽ ഓണർഷിപ്പ് ഓഫ് വൺ സെൽഫ്. എന്റെ കാര്യം ഞാൻ തീരുമാനിക്കുന്നതെന്ന് പറയുന്നത് സാധാരണ യുക്തിവാദികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർ യുക്തിചിന്തയും മികച്ചു നിൽക്കുന്നുണ്ട്. കാരണം സ്വാമി വിവേകാനന്ദനായാലും നാരായണ ഗുരുസ്വാമി ആയാലും അങ്ങനെ സ്വന്തമായ യുക്തിയിലൂടെ തന്നെയാണ് കാര്യങ്ങളെ, ലോകത്തെ, അവരുടെ അണികളെ മുന്നോട്ടേക്ക് നയിച്ചിരിക്കുന്നത്. ഇപ്പൊ സ്വാമി എന്നൊരു പദം ഭൗതിക ലോകത്തിലെ നല്ലൊരു കഴിവുള്ള വ്യക്തികളുടെ അവരെ കുറച്ച് പേര് അങ്ങനെയുള്ളവരെ പിന്തുണക്കാൻ ആളുകളും കാണും. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് സ്വാമി എന്ന് പറയുന്നത്. സന്യാസി എന്ന് പറയുന്നത് അതിന്റെ നേർ വിപരീതമാണ്. ഞാനെന്ന ഭാവം കളഞ്ഞവനാണ് അവൻ. പിന്നെ ബ്രഹ്മമേ ഉള്ളൂ, അവന് ഈ ലോകവുമായിട്ടൊരു ബന്ധവും ഇല്ല.